ഗുഡ് ആഫ്റ്റർനൂൺ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പേജർ സ്ഫോടനത്തിൽ അന്വേഷണം പുതിയ തലത്തിലേക്ക്. ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ മലയാളിയുടെ ബൾഗേറിയൻ കമ്പനിയിലേക്ക് അന്വേഷണം നീളുകയാണ്. നോർവീജിയൻ പൗരനായ മലയാളി റിൻസൺ ജോസിന്റെ കമ്പനിയാണ് പേജർ വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ടിരുന്നത്. ബൾഗേറിയയുടെ തലസ്ഥാനമായ സോഫിയയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയെപ്പറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. പി ജെയിംസ്, ഈ കമ്പനിയെക്കുറിച്ച് ഇപ്പോഴും അടിമുടി ദുരൂഹത നിലനിൽക്കുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ സ്വഭാവം? ലഭ്യമാകുന്ന വിവരങ്ങൾ പി ജെയിംസ്. റീജിത്തെ വല്ലാതെ അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വലിയ റെവലേഷനായിട്ട് വന്നിരിക്കുന്നത് റിൻസൺ ജോസ് അദ്ദേഹത്തിൻ്റെ കമ്പനിയെക്കുറിച്ച് ബൾഗേറിയൻ കമ്പനി എന്ന് വരുന്നുണ്ടെങ്കിലും നമ്മൾ നോർവേയിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു നോർവീജിയൻ കമ്പനി പ്രൊപ്രൈറ്റ് ചെയ്തുള്ള ഒരു നോർവീജിയൻ കമ്പനി ഉണ്ട്. അതും ഈ ബൾഗേറിയൻ കമ്പനിയുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അവിടുത്തെ ചെറിയൊരു മലയാളി കമ്മ്യൂണിറ്റിയാണ് നോർവേയിലുള്ളത്. അവരെല്ലാം പറയുന്ന അവർ വ്യക്തിപരമായിട്ട് അറിയുന്നവരാണ്. ഇപ്പോൾ മെൽവിൻ ലോറൻസിനെ പോലുള്ള ഫ്രീലാൻസ് ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട്. അവർ തൊട്ടുപിറകെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ അവർക്ക് അറിയുന്ന ആളാണ്. വലിയ സർപ്രൈസാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനൊരു ബന്ധം എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ എന്തായാലും ഈ റിൻസൺ ജോസിൻ്റെ പേര് ഉയർന്നു വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാട് മാനന്തവാടിയിലാണ്, വയനാട് ജില്ലയിൽ മാനന്തവാടിയിലാണ്. അദ്ദേഹത്തിന് ഒരു ഇരട്ട സഹോദരനുണ്ട്. ഈ ഇരട്ട സഹോദരനുമായിട്ട് അദ്ദേഹം ഓസ്ലോയിൽ, നോർവേയുടെ തലസ്ഥാനമായിട്ടുള്ള ഓസ്ലോയിൽ ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ കാണാതായിരിക്കുന്നു. അദ്ദേഹം ഒളിച്ചു പോയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അവിടുത്തെ നോർവീജിയൻ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോർവീജിയൻ ടെക് ഗുരു ഹു ആക്സിഡൻ്റലി ഹെൽപ്ഡ് ഇസ്രായേൽ ഗെറ്റ് ദെയർ ഹാൻഡ്സ് ഓൺ പേജേഴ്സ് used to bomb Lebanon went missing on day of the explosions and hasn't been heard from since. അപ്പോൾ നോർവീജിയൻ ടെക് ഗുരു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. IT-യിലെ ഒരു ടെക് ഗുരു എന്ന രീതിയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ കാണാതായിരിക്കുന്നു. പ്രത്യേകിച്ച് ലെബനനിലെ പേജറുകൾ പൊട്ടിത്തെറിച്ച അതേ ദിവസം തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്നാണ് പേജറുകൾ വാങ്ങിയെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വരുന്നത്. ഈ ഇസ്രായേലുമായിട്ട് ആക്സിഡൻ്റലായിട്ടുള്ള ബന്ധമാണ്. ഒരുപക്ഷെ ഇസ്രായേലിലെ മൊസാദാണ് ഇതിൻ്റെ പിറകിലെന്ന് അറിയില്ലായിരുന്നു എന്നുള്ള തരത്തിലാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ കാണാതായിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നോർവേ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ മാനന്തവാടിയിലാണ് അദ്ദേഹത്തിൻ്റെ വീടിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വന്നിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും 2800-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ഏതാണ്ട് അവിടുന്ന് വിട്ടിരുന്ന പേജറുകളിൽ 3000-ഓളം പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. ശരി, പി ജെയിംസ് തുടരണം. ഇപ്പോൾ നോർവേ സ്വദേശിയായ മെൽവിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മെൽവിന് ഈ ഇദ്ദേഹത്തെക്കുറിച്ച്, ഈ കമ്പനിയെക്കുറിച്ചൊക്കെ കൂടുതലായി, ഈ മലയാളി റിൻസൺ ജോസിനെ കുറിച്ച്, ആ കമ്പനിയെക്കുറിച്ചൊക്കെ കൂടുതലായി വിശദീകരിക്കാൻ കഴിയും എന്ന് കരുതുന്നു. നെൽവിൻ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ നെൽവിൻ്റെ ശ്രദ്ധയിലുണ്ട്. ഈ പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മലയാളിയുടെ കമ്പനിയിലേക്ക് അന്വേഷണം നീളുന്ന സാഹചര്യമുണ്ട്. ഈ റിൻസൺ ജോസിനെ കുറിച്ച് എന്താണ് നെൽവിൻ അറിയാവുന്നത്? ഇന്ന് രാവിലെയാണ് ഈ ന്യൂസ് കണ്ടത്. ഈ ന്യൂസ് കാണുമ്പോഴാണ് ഞങ്ങളും ഇവിടെ അറിഞ്ഞത്. ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം റിൻസണിൽ നിന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. നമ്മൾ അറിയാവുന്ന റിൻസൺ ഇങ്ങനൊരു കാര്യത്തിൽ വന്ന് പെടുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഈ റിൻസൺ കേരളത്തിൽ വയനാട്ടിൽ എവിടെയാണ്? അതറിയില്ല കേട്ടോ. കേരളത്തിലാണ്, വയനാടുകാരനാണെന്ന് അറിയാം. മാനന്തവാടി സ്വദേശിയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതാണ് എൻ്റെ അറിവും. ഈ എത്ര കാലമായി അദ്ദേഹം അവിടെ ഉണ്ട്? ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കാലമായി? ആ കമ്പനിയുടെ പ്രവർത്തനം എങ്ങനെയാണ്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ മെൽവിനുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഇൻഫർമേഷൻ ഒന്നുമില്ല. കമ്പനി റിൻസൺ തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അതല്ലാണ്ട് അതിന്റെ പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് വലിയ പരിചയമില്ല. മെൽവിൻ എങ്ങനെയാണ് റിൻസൺ ജോസിനെ പരിചയം? റിൻസൺ ആസ് ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ ബാക്കിയുള്ള രാജ്യങ്ങൾ പോലെയല്ലോ, ഞങ്ങൾ ഇവിടെ വളരെ കുറച്ച് ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് മലയാളികളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാം. ഞങ്ങൾ പരിചയക്കാരാണ്. അതല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പ്രവർത്തിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഈ താങ്കളുമൊക്കെയായി സൗഹൃദമുള്ളതാണ്. ആ സദസ്സുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ടോ മെൽവിൻ? ഇല്ല, ഇന്നേ വരെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല.
ഇപ്പോൾ ഈ സ്ഫോടനത്തിൽ ഈ ബൾഗേറിയൻ കമ്പനിയിലേക്ക് അന്വേഷണം നീളുന്നുണ്ട്. നമുക്കറിയാം അത് വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ഈ റിൻസൺ ജോസിൻ്റെ കമ്പനിക്ക് പങ്കാളിത്തമുണ്ട്, അല്ലെങ്കിൽ അവരാണ് ഈ കരാറിൽ ഏർപ്പെട്ടിരുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നടുക്കുന്ന വിവരങ്ങളാണ്. ഈ വിവരങ്ങൾ എപ്പോഴാണ് നിങ്ങളൊക്കെ അറിയുന്നത്? അതിനുശേഷം ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് അറിഞ്ഞത്. ഇതിനു മുമ്പ് നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. ഈ റിൻസൺ ജോസിനെ കുറിച്ച് ഇപ്പോൾ വിവരമില്ല എന്നാണ് കേട്ടപ്പോ ഈ റിൻസൺ ജോസ് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് വിവരമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ മെൽവിൻ? അതെ, കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ഓണം സെലിബ്രേഷൻ നടന്നിരുന്നു. അതിന് പുള്ളി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു, പുള്ളിനൊക്കെ കണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അറിയില്ല. ഈ റിൻസൺ ജോസ് അവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അല്ല, പുള്ളിക്ക് ഫാമിലി ഉണ്ട്. ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. ഈ ഫാമിലിയൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട്. ഈ റിൻസനെ കുറിച്ച് മാത്രമാണോ വിവരമില്ലാത്തത്? അതെനിക്കറിയില്ല കേട്ടോ. ഫാമിലിയെ കുറിച്ച് എനിക്കറിയില്ല, പിന്നെ കൂടുതൽ അറിയില്ല. റിൻസനെ പറ്റി വിവരമില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിപ്പോ ന്യൂസിൽ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണത്. റിൻസൺ കാണാനില്ല എന്നൊക്കെ ന്യൂസിലാണ് ഞാൻ കേട്ടത്. അല്ല, അത് നമുക്കും അറിയില്ല. അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് മെൽവിൻ ഈ ഘട്ടത്തിൽ. അതിലൊരു സ്ഥിരീകരണം എന്നുള്ള നിലയിലാണ് മെൽവിനോട് അത് ചോദിച്ചത്. കുറെ ഇൻഫർമേഷൻ പുറത്ത് വരുന്നുണ്ടെന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വേറെ കൂടുതലൊന്നും അറ്റ് പ്രസന്റ് ഒന്നും അറിയില്ല. ഇങ്ങനെ ഈ പേജർ വാങ്ങാനുള്ള കരാറിലൊക്കെ ഏർപ്പെടാൻ പാകത്തിലുള്ള ഒരു വലിയ കമ്പനി ആയിരുന്നു അത് മെൽവിൻ? അങ്ങനെ ചോദിച്ച ബുദ്ധിമുട്ടാണ്. കാരണം കമ്പനിയുടെ യാതൊരുവിധ പ്രവർത്തനങ്ങളും അറ്റ് പ്രസന്റ് നമുക്ക് അറ്റ്ലീസ്റ്റ് എനിക്കറിയില്ല. അപ്പോ എനിക്കറിയാം കമ്പനി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കാണാം. അതിന്റെ അപ്പുറം അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ശരി, മെൽവിൻ അറിയാവുന്ന വിവരങ്ങളാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ നമ്മളോട് പങ്കുവെച്ചത്. അദ്ദേഹം നോർവേ മലയാളിയാണ്. ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ മലയാളിയുടെ ബൾഗേറിയൻ കമ്പനിയിലേക്ക് കൂടി അന്വേഷണം നീളുന്ന പശ്ചാത്തലത്തിൽ ഒരുപാട് ദുരൂഹതകൾ, സംശയങ്ങൾ, ചോദ്യങ്ങളൊക്കെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നോർവീജിയൻ പൗരനായ മലയാളി റിൻസൺ ജോസിൻ്റെ കമ്പനിയാണ് പേജർ വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം മലയാളിയാണ്, വയനാട്ടിലെ മാനന്തവാടി സ്വദേശിയാണ് എന്നുള്ളതാണ്. അക്കാര്യത്തിലൊക്കെ കൂടുതൽ സ്ഥിരീകരണം വരും മണിക്കൂറുകളിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. പൂരം കലക്കിയതാരെന്ന ചോദ്യവുമായി CPI. തൃശൂർ പൂരം അട്ടിമറി അന്വേഷണത്തിൽ നിലപാട് കൂടുതൽ കടുപ്പിച്ച് CPI. പോലീസിൽ നിന്ന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി അടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് VS സുനിൽകുമാറിന്റെ തീരുമാനം. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പോലീസ് അട്ടിമറിച്ചെന്ന് VS സുനിൽകുമാർ ആരോപിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നായിരുന്നു അന്വേഷണം പ്രഖ്യാപിച്ചപ്പോഴുള്ള നിർദ്ദേശം. മാസം 4 കഴിഞ്ഞു. റിപ്പോർട്ട് എന്തായി എന്ന് ചോദിച്ചാൽ പോലീസിന് മറുപടിയില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഇപ്പോഴത്തെ അവകാശവാദം. എന്നാൽ പ്രാഥമികമായി ചെയ്യേണ്ട മൊഴിയെടുപ്പ് പോലും പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. തൃശൂർ പൂരം അട്ടിമറിയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ MR അജിത് കുമാർ തന്നെ അന്വേഷണം നടത്തുന്നതിലും കടുത്ത വിയോജിപ്പാണുള്ളത്. നിലപാടിന്റെ സ്വരം CPI കൂടുതൽ കടുപ്പിച്ചു കഴിഞ്ഞു. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബു. അദ്ദേഹത്തെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള പദവിയിൽ നിന്ന് മാറ്റണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഗവൺമെൻറ്റിന് നടപടിയെടുക്കുമ്പോൾ ചില സാങ്കേതികത്വങ്ങൾ നോക്കേണ്ടി വരുമായിരിക്കും. സ്വാഭാവികമായിട്ട് അതിന് വരുന്നവർ താമസം എന്നുള്ള നിലയിൽ മാത്രമേ ഞാൻ അതിനെ കാണുന്നു. അന്വേഷണം അട്ടിമറിച്ചത് പോലീസ് എന്ന് VS സുനിൽകുമാർ. വിഷയത്തിൽ DGPക്കും ചീഫ് സെക്രട്ടറിക്കും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാനൊരുങ്ങുകയാണ് VS സുനിൽകുമാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ചക്കകത്ത് അന്വേഷണം നടത്തി പിന്നെ വിവരങ്ങൾ പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ച വിഷയത്തിലാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നത്. അപ്പം മൊഴിയെടുക്കൽ പ്രഹസനം നടത്തി റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കടുത്ത നിലപാടിലേക്ക് CPI എത്തിയതോടെ പ്രതിരോധത്തിലാവുക സർക്കാരാണ്. മുഖ്യമന്ത്രി നാട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടേക്കും. അന്വേഷണ ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റുമോ എന്നതും കാത്തിരുന്നു കാണണം. 24 തിരുവനന്തപുരം. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ അന്വേഷണം നടന്നില്ലെന്ന വാദം തള്ളി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. മൊഴിയെടുക്കാൻ ADGP നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയിരുന്നുവെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. IG-യുടെ ഓഫീസിൽ വിളിക്കുകയും അവിടെ വെച്ച് ഞങ്ങളൊരു ദിവസം കാലത്ത് വന്നിട്ട് 3-3:30 മണിവരെ 3 മണിവരെ ഭക്ഷണം വരെ കഴിക്കാണ്ടാണ് നമുക്ക് ഇരു ദേവസ്വങ്ങളെയും പ്രസിഡന്റും സെക്രട്ടറിയും 2 ദേവസ്വങ്ങളെയും പ്രസിഡന്റും സെക്രട്ടറിയും അവിടെ ഇരുന്ന് മൊഴി കൊടുത്തത്. അതിനുശേഷം ആ മൊഴിയിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു.
അതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാം വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ദൃശ്യമാധ്യമത്തിലൂടെ നമ്മൾ അറിയാൻ സാധിക്കുന്നത് വിവരാവകാശ പ്രകാരം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു പ്രഹസനവും ഇങ്ങനത്തെ ഒരു പേക്കൂത്തും കാണിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ദയവ് ചെയ്ത് ഇനി ദേവസ്വങ്ങളെ ഉപയോഗിക്കരുത്. സംഭവത്തിൽ പാറമേക്കാവ് ദേവസ്വം CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ പൂരം അലങ്കോലമായതിൽ ജഡ്ജിയോ റിട്ടയർഡ് ജഡ്ജിയോ അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. 2-3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. സത്യം മൂടിവെക്കില്ല എന്ന് ഉറപ്പുള്ള അന്വേഷണമാണ് വേണ്ടതെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. പോലീസിന് നേരെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെയോ അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരം വരെയൊന്നും പോകരുത്. ജോലി ഏൽപ്പിച്ചാൽ 1, 2, 3 മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. ജുഡീഷ്യൽ അന്വേഷണം എന്ന് ഞാൻ പറഞ്ഞില്ല. അതിന് യോഗ്യനായ ഒരാളെ കൊണ്ട് ആ സത്യം മൂടി വെക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ വീണ്ടും ആരോപണവുമായി PV അൻവർ MLA. ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണം വൈകിപ്പിച്ചത് P. ശശി എന്നാണ് ആരോപണം. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ആവർത്തിച്ച് CPI ഇന്നും രംഗത്ത് വന്നു. ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. ADGPയേക്കാൾ ഉയർന്ന റാങ്കിൽ വിജിലൻസിലുള്ള ഒരേയൊരു ഉദ്യോഗസ്ഥനാണ് DGP യോഗേഷ് ഗുപ്ത. അതുകൊണ്ടാണ് അന്വേഷണം വിജിലൻസ് മേധാവിയെ തന്നെ ഏൽപ്പിച്ചത്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ശുപാർശ പ്രകാരമാണ് തീരുമാനം. അനധികൃത സ്വത്ത് സമ്പാദനം, മരമുറിക്കൽ, സ്വർണ്ണക്കടത്തുൾപ്പെടെയുള്ള 5 വിഷയങ്ങളാണ് വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ വരിക. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിക്കും. വിജിലൻസ് അന്വേഷണം വൈകിപ്പിച്ചത് P. ശശി എന്നാണ് PV അൻവർ MLAയുടെ ആരോപണം. മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഫയൽ വന്നതെന്നും PV അൻവർ പറഞ്ഞു. ഇന്നലെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ഫയൽ അദ്ദേഹത്തിന്റെ കയ്യിൽ വരുന്നത്. അപ്പോൾ ഈ 6-7 ദിവസം ഈ ഫയൽ എവിടെയായിരുന്നു? ആരാണിത് പിടിച്ചു വെച്ചത്? ഈ പൊതുസമൂഹത്തിൻ്റെ മുകളിൽ അനാവശ്യമായി ഗവൺമെൻറ്റിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആളുകൾക്ക് സംസാരിക്കാനുള്ളൊരു വഴിയുണ്ടാക്കി കൊടുത്തു. ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ശുപാർശ ഇത്രയും ദിവസം പിടിച്ചു വെച്ചതിന് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കുറ്റവാളികളെ ആരെയും സംരക്ഷിക്കില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. അന്വേഷണ ശേഷം കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ മാത്രം ADGPയെ മാറ്റിയാൽ മതിയെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ആർക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞാലും ആ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് വ്യക്തിപരമായിട്ട് ആരെങ്കിലും നോക്കിയിട്ട് അത് വേർതിരിച്ച് കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി നോക്കി വേർതിരിച്ച് കാണുക. വിജിലൻസ് അന്വേഷണം കൂടി ആരംഭിച്ചതോടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്കെതിരെ ഒരേ സമയം 2 ഏജൻസികളുടെ അന്വേഷണമെന്ന നാണക്കേടുമായി. 24 തിരുവനന്തപുരം. കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയെ ഉപാധികളോടെ ജാമ്യത്തിൽ വിട്ട് വിചാരണ കോടതി. എറണാകുളം ജില്ല വിട്ടു പുറത്തുപോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ. അനുമതിയില്ലാതെ വിചാരണ കോടതിയുടെ പരിധി വിട്ടു പോകരുതെന്നും നിർദ്ദേശമുണ്ട്. സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കി. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, കർശനമായ ജാമ്യവ്യവസ്ഥകൾ വേണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചെങ്കിലും അത് കോടതി അംഗീകരിക്കുന്നില്ല. ജാമ്യവ്യവസ്ഥകൾ എങ്ങനെ കോടതി വ്യക്തമാക്കിയതെന്ത് ശ്രീകാന്ത്? നിലവിലിപ്പോൾ ജാമ്യവ്യവസ്ഥ ഇപ്രകാരമാണ്. അതായത് എറണാകുളം ജില്ല വിട്ട് പുറത്തു പോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, ഒരു സിമ്മിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കുന്ന സിമ്മിന്റെ വിവരങ്ങൾ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കണം, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, അനുമതിയില്ലാതെ വിചാരണ കോടതിയുടെ പരിധി വിട്ടു പോകരുത്, പൾസർ സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണം തുടങ്ങിയവയാണ് നിലവിലിപ്പോൾ കോടതിയിൽ നിന്നും വെച്ചിട്ടുള്ള ഉപാധികൾ. 1 ലക്ഷം രൂപയും 2 ആൾ ജാമ്യവും ഈ വ്യവസ്ഥയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പോലീസ് പ്രോസിക്യൂഷൻ കർശനമായ ഉപാധികൾ വേണം എന്ന് വാദിച്ചിരുന്നു. എല്ലാ ദിവസവും പൾസർ സുനി പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണം എന്നുള്ള രീതിയിലും വ്യവസ്ഥ വേണം എന്നതായിരുന്നു പോലീസിന്റെ ആവശ്യം. പക്ഷേ അത് കോടതി അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അസ്വാഭാവികമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കാനാകില്ല എന്നും കാരണങ്ങളുണ്ടെങ്കിൽ അത്തരത്തിൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്താം എന്നും കോടതി ചോദിക്കുകയുണ്ടായി. അപ്പോൾ പൾസർ സുനിയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ട് എന്ന് സർക്കാർ വാദം ഉന്നയിച്ചു. സുരക്ഷാ ഭീഷണിയുള്ളവർ പോലീസ് സ്റ്റേഷനിലെത്തിയാണോ സുരക്ഷ തേടേണ്ടത് എന്നുള്ള കാര്യം ആ ഘട്ടത്തിൽ കോടതി ചോദിക്കുകയും ചെയ്തു. എന്തായാലും പൾസർ സുനിക്ക് ഇന്ന് ഒരു കേസിൽ കൂടി ജാമ്യം കിട്ടാനുണ്ട്. വൈകുന്നേരത്തോടുകൂടി സുനി പുറത്തിറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്.
ശരി, എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഓരോ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അത് കാണാത്തത് കൊണ്ടല്ല, വലിയ വാർത്തകൾ വളരെ വേഗത്തിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൊണ്ട് നേരെ നമ്മൾ വാർത്തകളിലേക്ക് കടക്കുകയായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രേക്ഷകർ ഈ വാർത്താ യാത്രയ്ക്കൊപ്പം ചേരുന്നു. ഒപ്പം തന്നെ തൃശ്ശൂർ പൂരം വിവാദവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തെരച്ചിൽ ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കും. ഡ്രഡ്ജറിൽ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ഡ്രഡ്ജർ ശിരൂരിലെത്തിക്കും. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം കിട്ടിയാൽ ഉടൻ തിരച്ചിൽ തുടങ്ങുമെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി MD മഹേന്ദ്ര ടോഗ്രെ 24-നോട് പറഞ്ഞു. ശിരൂരിലെ കാലാവസ്ഥ നിലവിൽ തെരച്ചിലിന് അനുകൂലമാണ്. അരുൺ പൂപ്പറമ്പ ശിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, നിലവിൽ മറ്റ് തടസ്സങ്ങളോ വെല്ലുവിളികളോ ഒന്നുമില്ല. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കൊക്കെ കാര്യമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്ന നടപടി അത് എപ്പോഴേക്ക് പൂർത്തിയാകും? തെരച്ചിൽ എപ്പോഴേക്ക് തുടങ്ങും? അരുൺ പൂപ്പറമ്പ. റീജിത്ത്, ഈ ഷിരൂർ ദൗത്യം ഒരു നിർണായകമായിട്ടുള്ള ഘട്ടത്തിലാണ് ഉള്ളത്. നമുക്കറിയാം, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ വലിയ പ്രതീക്ഷയാണ് അർജുന്റെ കുടുംബവും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും പങ്കുവെക്കുന്നത്. നമുക്കിപ്പോൾ കാണാം, ആ ഡ്രഡ്ജർ ഇപ്പോൾ ഞാനിപ്പോൾ ഗംഗാവലി പുഴയിലാണുള്ളത്. ഒരു ബോട്ടിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നമുക്കിപ്പോൾ ഡ്രഡ്ജർ തത്സമയം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ നിലവിൽ ഇപ്പോൾ അതിൻ്റെ ഈ ഉപകരണങ്ങൾ ഘടിപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ, ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ അതുടൻ തന്നെ ഈ ഡ്രഡ്ജർ ഈ അപകടം നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഷിരൂരിലെ മണ്ണിടിച്ചിൽ നടന്നിട്ടുള്ള മേഖലയിലേക്ക് കൊണ്ടുപോകും. നിലവിൽ ഇപ്പോൾ 500 മീറ്റർ അകലെയാണ് ഈ ഡ്രഡ്ജർ ഇപ്പോൾ ഈ കരക്കടിപ്പിച്ചിട്ടുള്ളത്. അതിനെ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് കരക്കടിപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് പൂർണ്ണമായി അതിൻ്റെ ഉപകരണങ്ങൾ ഘടിപ്പിച്ചു കഴിഞ്ഞു. ഇനി ആ മണ്ണിടിച്ചിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് കടക്കുക. ഇന്ന് തന്നെ പ്രാഥമിക തെരച്ചിൽ ആരംഭിക്കുമെന്നതാണ് നിലവിലിപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ തത്സമയം കാണുന്നത് ഈ ഡ്രഡ്ജറിന്റെ ദൃശ്യങ്ങളാണ്. ഇവിടെ അതായത് ഷിരൂരിലെ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് നിന്നും 500 മീറ്റർ അകലെയാണ് നിലവിൽ ഇപ്പോൾ ഇത് കരക്ക് അടുപ്പിച്ച് നിർത്തിയിട്ടുള്ളത്. അവിടുത്തെ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് ഉച്ചയ്ക്ക് ശേഷം തെരച്ചിൽ തുടങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ മാർക്ക് ചെയ്തിട്ടുള്ള നാവികസേനയുടെയും അതോടൊപ്പം തന്നെ വിവിധ ഡ്രോൺ സോണാർ പരിശോധനകളിലൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, സ്പോട്ടുകളുണ്ട്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മണ്ണും വലിയ കല്ലിൻ്റെ സാന്നിധ്യവും നീക്കം ചെയ്യുക ആണ് ഈ ദൗത്യത്തിലെ പ്രധാനപ്പെട്ട നടപടി. അത്തരം നടപടികളിലേക്കാണ് എന്തായാലും കടക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഷിരൂർ ദൗത്യമുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ജില്ലാ കളക്ടർ ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം നിർദ്ദേശം നൽകിയാൽ ഈ ഡ്രഡ്ജർ ഈ ദൗത്യ മേഖലയിലേക്ക് എത്തിക്കും. ഏകദേശം 3 മണിക്ക് ശേഷം തന്നെ പ്രാഥമിക തെരച്ചിൽ ആരംഭിക്കും. പക്ഷേ ഇന്ന് 6 മണിയോടെ മാത്രമാണ് തെരച്ചിൽ നടത്താനാവുക. നാളെ വീണ്ടും തെരച്ചിലുണ്ടാവും. 3 ദിവസത്തെ കരാറാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ഉള്ളത്. അത് കൂടുതൽ ആവശ്യമെങ്കിൽ ജില്ലാ ഭരണകൂടമാണ് അതിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ഡ്രഡ്ജിംഗ് കമ്പനി അറിയിച്ചിട്ടുണ്ട്. റീജിത്ത്. അരുൺ പൂപ്പറമ്പ, പല സംവിധാനങ്ങളും പല സാധ്യതകളും ഒക്കെ ഈ ദൗത്യത്തിൽ നമ്മൾ മുമ്പ് ഉപയോഗിച്ചതാണ്. അന്നൊക്കെ കാലാവസ്ഥയൊക്കെ വെല്ലുവിളിയായി നിൽക്കുന്നതും ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുമൊക്കെയായ നിലയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. ഡ്രഡ്ജർ പോലുള്ള വലിയ സംവിധാനം അവിടേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ പുഴയുടെ അടിത്തട്ടിൽ മണ്ണ് ഉറച്ച നിലയിലാണുള്ളത്. വലിയ മൺകൂമ്പാരം വന്ന് പതിച്ച നിലയുണ്ട്, വലിയ മരത്തടികൾ വന്ന് പതിച്ച നിലയുണ്ട്. എങ്കിലും നേരത്തെ ലൊക്കേറ്റ് ചെയ്ത പോയിന്റുകൾ, ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ച് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിന് വലിയ സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും, അല്ലേ അരുൺ പൂപ്പറമ്പ? റീജിത്ത്, നിലവിൽ ഷിരൂരിൽ കാലാവസ്ഥ അനുകൂലമാണ്. മഴ മാറി നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അല്പം നേരം മഴ പെയ്തിരുന്നു. ഒരു 15 മിനിറ്റോളം ശക്തമായ മഴ പെയ്തിരുന്നു. അത് അല്പം ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നിലവിൽ കാലാവസ്ഥ പൂർണ്ണമായും അനുകൂലമാണ്. തെളിഞ്ഞ കാലാവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം തെരച്ചിൽ തുടങ്ങാനുള്ള എല്ലാ സാഹചര്യവും നിലവിലിപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു നിർണായകമായിട്ടുള്ള ഘട്ടമാണ്. നമ്മൾ പലതവണയായി ഈ തെരച്ചിൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയെ തുടർന്ന് അല്ലെങ്കിൽ സാഹചര്യങ്ങളെ തുടർന്ന് നിർത്തിവെക്കേണ്ട ായിട്ടുണ്ട്. ഈ ശക്തമായ മഴ, പുഴയിൽ അടിയൊഴുക്ക്, അങ്ങനെ പലതരത്തിലുള്ള കടമ്പകൾ കടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 മാസവും നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് അർജുനും അതോടൊപ്പം
തന്നെ ജഗന്നാഥിനും ലോകേഷിനും ഉൾപ്പെടെ ഇവർ 3 പേർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു ഉത്തരം ലഭിക്കുക എന്നതാണ് അതിനുവേണ്ടി ഒരു നിർണായക ഘട്ടം എന്നതാണ്. നേരത്തെ തന്നെ ദൗത്യ സംഘം കഴിഞ്ഞ മാസം നടത്തിയ തെരച്ചിലിനൊടുവിൽ അവർക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു തടസ്സം അവർ കണ്ടെത്തി അവർ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് ലോറി ഉണ്ടെന്ന് കരുതുന്ന ചില സൂചനകൾ ലഭിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ അവർക്ക് ഒരു ഡീപ്പ് ഡൈവിംഗ് നടത്തി ആഴത്തിൽ ഇറങ്ങിക്കൊണ്ട് ഒരു പരിശോധന നടത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അതിന് ഈ മണ്ണും വലിയ രീതിയിലുള്ള കല്ലുകളും തടസ്സമായിരുന്നു, മരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ മാസം തന്നെ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. പക്ഷേ കുറച്ച് കാലതാമസം എടുത്തു. ഒടുവിൽ ഇപ്പോൾ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ ഇവിടെ എത്തി അതിന്റെ അവസാന നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ തന്നെ, അതായത് ഏകദേശം ഒരു 3 മണിക്ക് ശേഷം തന്നെ തെരച്ചിൽ തുടങ്ങുകയും ചെയ്യും. ശരി, അരുൺ പൂപ്പറമ്പ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഷിരൂരിൽ നിന്ന് ഏതാണ്ട് 3-3:30 തെരച്ചിൽ ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തെരച്ചിൽ തുടങ്ങാൻ പോകുന്നു. ഡ്രഡ്ജർ അവിടേക്ക് എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഡ്രഡ്ജറിൽ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. സുപ്രീം കോടതിയുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തു. ചാനലിലെ വീഡിയോകൾ അപ്രത്യക്ഷമായി. പകരം ക്രിപ്റ്റോ കറൻസി പരസ്യങ്ങളാണ് യൂട്യൂബ് ചാനലിൽ ഉള്ളത്. വിവരങ്ങളുമായി വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് എന്താണ് വിനീത? റിജത്ത്, ഈ സൈബർ സുരക്ഷയുമായി മുൻനിർത്തി നോക്കുമ്പോഴുണ്ടായ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയാണിതെന്ന് വേണം വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സുപ്രീം കോടതിയുടെ യൂട്യൂബ് ചാനൽ അത് ഹാക്ക് ചെയ്യപ്പെടുന്നത്. ചില സുപ്രധാന കേസുകളിലേക്കടക്കമുള്ള വീഡിയോകൾ ഉൾപ്പെടെ ആ ചാനലിലൂടെ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കോടതിയുടെ നടപടിക്രമങ്ങൾ ലൈവ് സ്ട്രീമിംഗ് ഉൾപ്പെടെ ഈ ചാനലിലൂടെ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഈ ചാനലാണ് ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പകരം അതിലുണ്ടായിരുന്ന ഈ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള വീഡിയോകളൊക്കെ തന്നെ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പകരം ക്രിപ്റ്റോ കറൻസിയുടെ പരസ്യങ്ങളാണ് ഇപ്പോൾ ആ യൂട്യൂബ് പേജുകളിൽ മുഴുവനും ഉള്ളത്. അത് US ആസ്ഥാനമായിട്ടുള്ള റിപ്പിൾസ് എന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങളാണ് ഇപ്പോൾ അതിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ അന്വേഷണവും പരിശോധനയും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ സുരക്ഷാ മേഖലയിൽ, അതായത് ഈ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച കൂടിയാണ് ഈ സംഭവം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റിജിത്ത്. ശരി, വിനീത VG വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്ന അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ മാനേജർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അമ്മ അനീറ്റ അഗസ്റ്റിൻ. കടുത്ത തൊഴിൽ സമ്മർദ്ദമാണ് മകൾ നേരിട്ടതെന്ന് പിതാവ് സിബി ജോസഫ് 24-നോട് പറഞ്ഞു. അന്നയുടെ മരണത്തിന് ഇടയാക്കിയെന്ന ആരോപണം നേരിടുന്ന മാനേജറോട് അവധിയിൽ പ്രവേശിക്കാനും കമ്പനി നിർദ്ദേശിച്ചു. അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിന് പിന്നാലെയാണ് കമ്പനി മാനേജർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട അമ്മ അനീറ്റ അഗസ്റ്റിൻ കമ്പനിക്ക് കത്തയച്ചത്. കടുത്ത തൊഴിൽ സമ്മർദ്ദമാണ് മകൾ നേരിട്ടതെന്ന് പിതാവ് സിബി ജോസഫ് 24-നോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ EYക്ക് ഹോളിഡേയ്സ്, പക്ഷേ ഈ ദിവസങ്ങളിൽ വരെ ഇരുന്ന് അവൾക്ക് ജോലി ചെയ്യണം. അവൾക്ക് ഒറ്റ ദിവസം പോലും അവധി കിട്ടിയിട്ടില്ല. പിന്നെ സാധാരണ ഞങ്ങൾ ക്രിസ്ത്യൻസൊക്കെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്ന സമയം, അതിന് പോലും ഉള്ള സാവകാശം തരാതെ അന്ന് പോലും ഇരുന്ന് അവർ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ മകൾ നേരിട്ടത് കടുത്ത തൊഴിൽ സമ്മർദ്ദമെന്നാണ് അച്ഛന്റെ വെളിപ്പെടുത്തൽ. അവധി ദിവസങ്ങളിൽ പോലും മകൾ ജോലിയെടുത്തു. കമ്പനിയിൽ വ്യക്തമായ തൊഴിൽ ക്രമമില്ല എന്നും പിതാവ് കുറ്റപ്പെടുത്തി. മറ്റൊരാൾക്കും ഈ അവസ്ഥ വരരുതെന്നും മകളുടെ സംസ്കാരത്തിന് കമ്പനിയിൽ നിന്ന് ഒരാൾ പോലും എത്തിയില്ല എന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നുണ്ട്. വിഷയത്തിൽ ആരോപണ വിധേയനായ മാനേജറോട് അന്വേഷണം പൂർത്തിയാകും വരെ ജോലിക്ക് ഹാജരാകേണ്ടെന്ന് ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി നിർദ്ദേശിച്ചു. 24 കൊച്ചി. അന്ന സെബാസ്റ്റ്യൻ നേരിട്ടത് കടുത്ത ജോലി സമ്മർദ്ദമെന്ന് സുഹൃത്ത് ആൻമേരി. 18 മണിക്കൂർ വരെ അന്നയ്ക്ക് ജോലി ചെയ്യേണ്ടി വന്നുവെന്ന് ആൻമേരി 24-നോട് വെളിപ്പെടുത്തി. കമ്പനിക്ക് അയച്ച കത്ത് ചോർന്നതിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. അതിനിടെ ജോലി സമ്മർദ്ദം മൂലമാണ് അന്നയുടെ മരണമെന്ന മാതാപിതാക്കളുടെ ആരോപണം നിഷേധിച്ച് കമ്പനി ചെയർമാൻ രാജീവ് മേമാനി രംഗത്തെത്തി. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്ന അന്ന സെബാസ്റ്റ്യൻ മരണത്തിന് കീഴടങ്ങിയത് അമിത ജോലിഭാരം മൂലമുണ്ടായ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് പുറം ലോകം അറിഞ്ഞത് അമ്മ അനിത അഗസ്റ്റിൻ അന്നയുടെ കമ്പനി മേധാവിമാർക്ക് അയച്ച കത്തിനെ തുടർന്നാണ്. അനിത അഗസ്റ്റിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് അന്നയുടെ സുഹൃത്ത് ആൻമേരിയുടെ വെളിപ്പെടുത്തൽ. 18 മണിക്കൂർ വരെയാണ് അന്ന ജോലി ചെയ്തിരുന്നത്. ശനി ഞായർ ദിവസങ്ങളിലും അവധിയെടുക്കാതെ ജോലിയെടുത്തു. തൊഴിൽ സമ്മർദ്ദം കാരണം ജോലി ഉപേക്ഷിക്കാനോ നാട്ടിലേക്ക് സ്ഥലം മാറ്റം വാങ്ങാനോ അന്ന സെബാസ്റ്റ്യൻ ആലോചിച്ചിരുന്നതായി ആൻമേരി 24-നോട് പറഞ്ഞു.
ഉറപ്പായിട്ടും പ്രഷർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കാരണം ഇവൾക്ക് 4-5 മണിക്കൂറാണ് ഉറങ്ങുന്നത്. രാത്രികളിലും കോൾസ് വന്നതായിട്ട് പിന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് മാനേജറിന്റെ കോൾസ് ഒക്കെ വരുന്നുണ്ട് രാത്രി. മാനേജർ ആണെങ്കിലും രാവിലെ റിവ്യൂ ചെയ്യേണ്ട സാധനം വൈകിട്ട് ലേറ്റ് ആകുമ്പോൾ റിവ്യൂ വന്നത്. അപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവർ വർക്ക് ചെയ്യുക. ഓഗസ്റ്റിൽ നാട്ടിൽ വരാനിരിക്കെയാണ് അന്ന മരണത്തിന് കീഴടങ്ങിയത്. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മെയിൽ. തൊഴിൽ സമ്മർദ്ദം നിരന്തര സംഭവമെന്ന് കമ്പനി ജീവനക്കാരി നസീറ കാസി കമ്പനി ചെയർമാൻ അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരാതി പറഞ്ഞാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന് കമ്പനിയുടെ ചെയർമാൻ രാജീവ് ബമാനി ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിന് ജീവനക്കാരി നൽകിയ മറുപടിയിൽ പറയുന്നു. ചെയർമാൻ ഉൾപ്പെടെ 7 പേർ അയച്ച ഔദ്യോഗിക കത്ത് ചോർന്നതിലാണ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചത്. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥരോട് അവധിയിൽ പോകാൻ കമ്പനി നിർദ്ദേശിച്ചു. അന്നയുടെ മാതാപിതാക്കളുടെ ആരോപണം നിഷേധിച്ച കമ്പനി ചെയർമാൻ രാജീവ് ബമാനി മറ്റ് ജീവനക്കാർക്കുള്ള ജോലികളാണ് അന്നയ്ക്കും അനുവദിച്ചതെന്ന് അറിയിച്ചു. 24 കൊച്ചി. ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ മലയാളിയുടെ ബൾഗേറിയൻ കമ്പനിയിലേക്ക് കൂടി അന്വേഷണം നീളുകയാണ്. നോർവീജിയൻ പൗരനായ മലയാളി റിൻസൺ ജോസിന്റെ കമ്പനിയാണ് പേജർ വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ടിരുന്നത്. ഇപ്പോൾ റിൻസന്റെ ബന്ധു പ്രതികരിക്കുന്നുണ്ട്. തത്സമയം എല്ലാവർക്കും നല്ല അഭിപ്രായം. അത് അയൽവാസികളൊക്കെ ഇവിടെ നിങ്ങളെ ബാക്കിൽ ചുറ്റുമൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായം. അതായത് എങ്ങനെ അതെ അതെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല. സ്വിച്ച് ഓഫ് അല്ല, അടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഇപ്പം പിന്നെ ഈ അടുത്ത ടൈം വിളിച്ചായിരുന്നു, കിട്ടിയിട്ടില്ല. എന്തോ ഒരു ചതിപ്രയോഗം നടന്നിട്ടുണ്ടെന്നാണ് നമ്മളെ കണക്കൂട്ടൽ. എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളിവിടെയല്ലേ. നോർവേയിൽ ഇപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം, എന്നാലേ അറിയൂ. ഞാനിവർ അമ്മേൻ്റെ ആങ്ങളെയാണ്. അതെ അതെ, മലയാളികളൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഇപ്പം അല്ലേ ഞങ്ങൾ അറിയുന്നത്. നിങ്ങളെല്ലാം കൂടെ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മളറിയുന്നത്. അത് ഞാൻ അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റേ ആയിട്ടുള്ളൂ. ഇല്ല, പോലീസുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇവർ സംസാരിക്കാൻ പറ്റിയ ആളുകളുമല്ല. ഇദ്ദേഹമൊക്കെ അയൽവാസികളാണ്. ചോദിച്ചു നോക്കാം, മോനെ അറിയും. അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നന്ദി, നമസ്കാരം. നോർവീജിയൻ പൗരനായ മലയാളി റിൻസൺ ജോസിന്റെ കമ്പനിയിലേക്ക് കൂടി ഈ പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നീളുകയാണ്. ഈ പേജർ വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ടിരുന്നത് റിൻസന്റെ കമ്പനിയാണ് എന്നുള്ളതാണ് ഓൻ്റെ വൈഫും കുഞ്ഞെല്ലാം ഉണ്ടായിരുന്നു. അവർ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കാണലുണ്ട്. നല്ല അഭിപ്രായം. അത് ഈ നാട്ടിൽ ആരും അവരൊക്കെ ആ കുടുംബത്തെ കുറിച്ചൊന്നും മോശപ്പെട്ടുള്ള അഭിപ്രായം പറയില്ല. അതുമല്ല, കുട്ടികളെല്ലാം എല്ലാം കൊണ്ടും ഇത് തന്നെയാണ്. ഒരു അങ്ങനെ ഒരു മനസ്സിൽ കറയുള്ള സൈസല്ല സാധനങ്ങൾ. ഓക്കെ. റിൻസനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ വലിയ നടുക്കമാണ് നാട്ടുകാർക്ക്, ബന്ധുക്കൾക്കൊക്കെ ഉള്ളത്. ഇങ്ങനെ ഒരു പശ്ചാത്തലം റിൻസൻ ഉള്ളതായി ആരും അറിയില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന, നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു കമ്പനി ഈ കമ്പനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലൊന്നും യാതൊരു വിവരവുമില്ല എന്നാണ് ബന്ധുക്കളും റിൻസന്റെ വീടിന് സമീപത്തുള്ളവരുമൊക്കെ പ്രതികരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ, ഈ കമ്പനിയെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. റിൻസനെ പരിചയമുള്ള ഒരാൾ നെൽവിൻ നേരത്തെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത്? നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. എന്താണ് അവർ പ്രതികരിക്കുന്നത്? മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണ് സുർജിത്ത്? അത്തരത്തിലൊരു തരത്തിലുള്ള ഒരു എതിരഭിപ്രായമോ മറ്റോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരാളാണ് റിൻസൺ എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്ത് എല്ലാവരും അറിയുന്ന ആളാണ്. അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നക്കാരനായി അവതരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരാളല്ല എന്ന് തന്നെയാണ് ഇവർ തീർത്ത് പറയുന്നത്. ഇദ്ദേഹം താമസിച്ചിരുന്നത് ബൾഗേറിയ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇവർക്ക് കിട്ടുന്ന വിവരം. അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള അമ്മാവനായിട്ടുള്ള തങ്കച്ചനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ നാടിനെ സംബന്ധിച്ച് അത്ര ഒരു പ്രശ്നക്കാരനായ
നിലപാടിനായി നിൽക്കുന്ന ഒരാളല്ല എന്നുള്ളത് തന്നെയാണ് ഇവർ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും ഒടുവിൽ വന്നു പോയത് നവംബർ മാസത്തിലാണ്. അതിനുശേഷം നവംബർ മാസത്തിൽ വന്നു, ജനുവരിയിൽ ഇവിടെ നിന്ന് മടങ്ങി എന്നുള്ളതാണ് ഈ അമ്മാവനായിട്ടുള്ള തങ്കച്ചൻ പറയുന്നത്. അതോടൊപ്പം ഈ ഏത് സ്ഥാപനമാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഏത് സ്ഥാപനമാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഈ പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് അന്വേഷിക്കുന്ന ഒരാളാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ്. പക്ഷേ മിനിഞ്ഞാന്ന് വിളിച്ചിരുന്നു എന്ന് പറയുന്നു. ഭാര്യയും ഒത്താണ് ഈ ബൾഗേറിയയിൽ കഴിയുന്നതെന്നും പറയുന്നുണ്ട്. മിനിഞ്ഞാന്ന് വിളിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഈ വീട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വ്യക്തമാവുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇടനിലയായി നിന്നു എന്നുൾപ്പെടെയുള്ള ആക്ഷേപം, ആരോപണങ്ങൾ, പരാതി ഇതെല്ലാം തന്നെ ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ അങ്ങനത്തെ ഒരാളല്ല എന്ന് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ വിശദമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ അമ്മാവൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി സംസാരിച്ചു. ഈ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. മാത്രമല്ല ഇവിടെ ഉപരിപഠനം നടത്തിയത് ബാംഗ്ലൂരിലാണ്. ഇതിനുശേഷമാണ് അദ്ദേഹം പോയത്. അദ്ദേഹം ബൾഗേറിയയിലേക്ക് പോയത്. അവിടെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വരികയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്താണ്, ഏത് കമ്പനിയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ അത്തരത്തിലൊരു പൂർണ്ണമായ രീതിയിലുള്ള സ്ഥിരീകരണം നൽകാൻ ഈ കുടുംബാംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. വീട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവരെല്ലാം പറയുന്നത് നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഈ യുവാവിനെ സംബന്ധിച്ചുള്ളത് എന്നുള്ളതാണ്. 39-കാരനാണ്, ബാംഗ്ലൂരിലാണ് പഠനം നടത്തിയത്. ഇതിനുശേഷമാണ് വിദേശത്തേക്ക് പോയത്. വിദേശത്ത് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വരികയായിരുന്നു എന്നും പറയുന്നുണ്ട് വീട്ടുകാർ. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ബന്ധുക്കൾക്ക്, നാട്ടുകാർക്കൊക്കെ റിൻസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരു വിവരവുമില്ല. കഴിഞ്ഞ ദിവസം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി ബന്ധു പറയുന്നു. പക്ഷേ ഇപ്പോൾ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിന് കഴിയുന്നില്ല എന്നും ബന്ധു വ്യക്തമാക്കുകയാണ്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ശ്രീകുട്ടിയും അജ്മലും MDMA ഉപയോഗിച്ചെന്ന് പ്രോസിക്യൂഷൻ. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് വാഹനവുമായി അജ്മൽ പോയത് എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. പ്രതികളെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ ലഹരിക്ക് അടിമകളെന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ചോദ്യം ചെയ്യുമ്പോൾ പ്രതികളുടെ മൊഴികൾ പരസ്പര വിരുദ്ധമായിരുന്നു. വൈദ്യപരിശോധനയിൽ പ്രതികൾ MDMA ഉപയോഗിച്ചതായി തെളിഞ്ഞുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ നടന്നത് കൊലപാതകമല്ലെന്നും അപകടമരണം മാത്രമെന്നും പ്രതിഭാഗം വാദിച്ചു. ആരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ശ്രീകുട്ടിയെ പ്രതിയാക്കിയതെന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ ചോദ്യത്തിന് സാക്ഷിമൊഴികളുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. ഡോക്ടർ എന്ന് പറയുന്ന പരിഗണന ശ്രീകുട്ടി അർഹിക്കുന്നില്ലെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ ഡോക്ടറെ കസ്റ്റഡിയിൽ വേണമെന്നും ആവശ്യപ്പെട്ടു. കസ്റ്റഡി അപേക്ഷയിൽ വാദം കേട്ട ശാസ്താംകോട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അജ്മലിനെയും ശ്രീകുട്ടിയെയും 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. 24 കൊല്ലം. നിപ വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംഘം വീണ്ടും സംസ്ഥാനത്തെത്തും. കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങൾ സംഘം സന്ദർശിക്കും. മലപ്പുറത്ത് സ്ഥിരീകരിച്ച എംപോക്സ് വകഭേദം തിരിച്ചറിയാനുള്ള പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. ആഫ്രിക്കയിൽ കണ്ടെത്തിയ B1 വൈറസ് ആണെങ്കിൽ അതീവ ജാഗ്രതയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കും. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കേന്ദ്ര സംഘം വീണ്ടും എത്തുന്നത്. രോഗവാഹകർ എന്ന് കരുതുന്ന പഴംതീനി വവ്വാലുകളെ സംഘം നിരീക്ഷിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൺ ഹെൽത്ത്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും പഠനം നടത്തുക. അതേസമയം നിപ സംശയത്തെ തുടർന്ന് പരിശോധിച്ച 37 സാമ്പിളുകളും നെഗറ്റീവാണ്. ഇന്ന് 7 പേരുടെ പരിശോധനാ ഫലം കൂടി പുറത്തുവരും. എംപോക്സുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. B1, B2 വകഭേദങ്ങളിൽ മലപ്പുറം സ്വദേശിക്ക് സ്ഥിരീകരിച്ചത് ഏതാണ് എന്നാണ് പരിശോധിക്കുന്നത്. ഇന്ത്യയിൽ ഇതുവരെ സ്ഥിരീകരിച്ച B2 വകഭേദമാണെങ്കിൽ രോഗവ്യാപന സാധ്യത കുറവാണ്. വായുവിലൂടെ പകരില്ല. രോഗിയുമായി അടുത്ത സമ്പർക്കമുണ്ടെങ്കിലേ രോഗമുണ്ടാകൂ. എന്നാൽ ആഫ്രിക്കയിൽ കണ്ടെത്തിയ B1 വകഭേദമാണെങ്കിൽ വ്യാപന സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ അതീവ ജാഗ്രതയിലേക്കും കൂടുതൽ നടപടിയിലേക്കും ആരോഗ്യവകുപ്പ് കടക്കും. അപ്പോൾ നമ്മൾ ഏതായാലും അതിൻ്റെ ജിനോമിക് സീക്വൻസിങ്, ജനിതക ശ്രേണീകരണം നടത്തി ഇത് 2B ആണോ 1B ആണോ എന്നുള്ളത് കണ്ടെത്താനായിട്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 2B അനുസരിച്ചിട്ട്, കാരണം UAE നിന്ന് വന്നതുകൊണ്ട് കൂടി 2Bക്കാണ് സാധ്യത വളരെ കൂടുതൽ. നേരത്തെ അവിടെ നിന്ന് വന്നവർക്ക് 2B തന്നെയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള 23 പേരെയും തിരിച്ചറിഞ്ഞ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. രോഗിയുമായി സമ്പർക്കമുള്ള ആർക്കും ഇതുവരെ രോഗലക്ഷണങ്ങളില്ല. 24 മലപ്പുറം. നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെற்றிക്കഴകത്തിന്റെ ആദ്യ സമ്മേളനം ഒക്ടോബർ 27-ന് വിഴിപ്പുറത്ത് നടക്കും. പാർട്ടിയുടെ നയം സമ്മേളനത്തിൽ വിജയ് പ്രഖ്യാപിക്കും. അതേസമയം രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് നടൻ രജനീകാന്ത് ക്ഷുഭിതനായി. അഭ്യൂഹങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് തമിഴക വെற்றிക്കഴകത്തിന്റെ സമ്മേളന തീയതി പ്രഖ്യാപിച്ചത്.
27 വൈകിട്ട് 4-നായിരിക്കും സമ്മേളനം ആരംഭിക്കുക. ഈ മാസം അവസാനം സമ്മേളനം നടത്താൻ TVKക്ക് കർശന നിബന്ധനകളോടെ പോലീസ് അനുമതി നൽകിയിരുന്നു. എന്നാൽ ഒരുക്കങ്ങൾ പൂർത്തിയാകാത്തതിനാൽ മാറ്റി. സമ്മേളനത്തിൽ പാർട്ടി നയം വിജയ് വ്യക്തമാക്കും. തമിഴകത്തിന് പുതിയ രാഷ്ട്രീയ ദിശ നൽകുമെന്നാണ് വിജയുടെ പ്രഖ്യാപനം. മണ്ണിൻ്റെ മകനായ തനിക്ക് പിന്തുണയുണ്ടാകണമെന്നും വിജയ് അഭ്യർത്ഥിച്ചു. അതേസമയം രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോട് നടൻ രജനീകാന്ത് ക്ഷുഭിതനായി. உதயநிதி துணை முதல்வர் ஆகுறாங்க அப்படிங்கிற மாதிரி சொல்றாங்க. நீங்க எப்படி அரசியல் கேள்வி கேட்காதீங்க சொல்லிருக்கேன். ஓகே ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് രജനീകാന്തിനെ ചോദിപ്പിച്ചത്. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. സുൽത്താൻപൂർ MLA മജ്ര മുകേഷ് അഹ്ലാവത് മന്ത്രിസഭയിൽ പുതുമുഖമായെത്തും. നിലവിലെ മറ്റു മന്ത്രിമാർ തുടരും. ഡൽഹി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആം ആദ്മി നേതാവ് അതിഷി മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്നിവാസിൽ നടക്കുന്ന ലളിതമായ ചടങ്ങിലാകും സത്യപ്രതിജ്ഞ. വരുന്ന ഫെബ്രുവരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാക്കണമെന്ന് അതിഷി ആഹ്വാനം ചെയ്തു. कि वो फिर से अरविंद केजरीवाल जी को चुन के लेके आए और अरविंद केजरीवाल जी को फिर से दिल्ली का मुख्यमंत्री बनाए. അതിഷിയോടൊപ്പം മറ്റ് മന്ത്രിമാരും ശനിയാഴ്ച തന്നെ ചുമതലയേൽക്കും. സുൽത്താൻപൂർ MLA മജ്ര മുകേഷ് അഹ്ലാവത് മന്ത്രിസഭയിലെത്തും. നിലവിലെ മന്ത്രിമാരായ സൗരഭ് ഭരദ്വാജ്, കൈലാഷ് ഗെലോട്ട്, ഗോപാൽ റായ്, ഇമ്രാൻ ഹുസൈൻ എന്നിവർ തുടരും. കെജ്രിവാൾ മന്ത്രിസഭയിലെ ഭൂരിഭാഗം മന്ത്രിമാരും സ്വന്തം വകുപ്പുകൾ തുടരുമെന്നാണ് സൂചന. എന്നാൽ മുഖ്യമന്ത്രിയാകുന്ന അതിഷിയുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകും. നിലവിൽ മന്ത്രിസഭയിലെ 14 വകുപ്പുകൾ അതിഷിയാണ് കൈകാര്യം ചെയ്യുന്നത്. ചില വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് വീതിച്ചു നൽകുമെന്നാണ് ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാർട്ടിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും ജനകീയ അടിത്തറ വളർത്താനുമുള്ള പദ്ധതികൾക്കും പ്രചാരണ പരിപാടികൾക്കുമുള്ള രൂപരേഖ പാർട്ടി നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട്. 24, ഡൽഹി. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ അരവിന്ദ് കെജ്രിവാൾ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കായി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പ്രചാരണത്തിനെത്തും. കുരുക്ഷേത്രയിലെ പ്രചാരണ റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഹരിയാനയിൽ സജീവമാവുകയാണ് നേതാക്കൾ. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടിയാണ് ഹരിയാനയിലേത്. 12 മണ്ഡലങ്ങളിലായി ആം ആദ്മി പാർട്ടിയുടെ പ്രചരണ പരിപാടികളിൽ അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കും. പ്രവർത്തകരെയും മണ്ഡലത്തിലെ ജനങ്ങളെയും അഭിസംബോധന ചെയ്യും. ഹരിയാനയിലെ ജഗദ്രിയിൽ അരവിന്ദ് കെജ്രിവാൾ റോഡ് ഷോ നടത്തും. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ പ്രചരണ റാലിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തും. US-ൽ വെച്ച് അപകടത്തിൽപ്പെട്ട അമിതിന്റെ കുടുംബത്തെ കാണാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഹരിയാനയിലെത്തി. പുലർച്ചെ 5:30 ഗോഗ്രിപൂർ ഗ്രാമത്തിലെത്തിയ രാഹുൽ ഗാന്ധി അമിതിന്റെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. രാഹുൽ ഗാന്ധിയുടെ US സന്ദർശനത്തിൽ പരിക്കേറ്റ അമിതിനെ കാണുകയും നാട്ടിൽ തിരിച്ചെത്തി കുടുംബത്തെ കാണാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് രാഹുലിന്റെ സന്ദർശനം. അതിനിടെ BJP പ്രകടന പത്രികയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. BJP പ്രകടന പത്രിക കോൺഗ്രസ് പ്രകടന പത്രികയുടെ പതിപ്പാണെന്നാണ് ആരോപണം. കഴിഞ്ഞ 10 വർഷക്കാലം ഹരിയാനയിൽ BJP സർക്കാർ ഉറക്കമായിരുന്നുവെന്നും കോൺഗ്രസ് വിമർശിച്ചു. 24, ഡൽഹി. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും CPI ജില്ലാ കൗൺസിലിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ പാർട്ടിക്ക് വിശദീകരണം നൽകി മുതിർന്ന നേതാവ് KE ഇസ്മായിൽ. താൻ വളർത്തിയ പാർട്ടിയാണിതെന്നും സഹിച്ച ത്യാഗവും പ്രയാസങ്ങളും വിവരിക്കാൻ ആകാത്തതെന്നും KE ഇസ്മായിൽ മറുപടി കത്തിൽ പറയുന്നു. വിശദീകരണം ചോദിച്ച നടപടിയെ വിനാശകാലെ വിപരീത ബുദ്ധി എന്നാണ് KE ഇസ്മായിൽ 24-നോട് വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ദൂതൻ വഴി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനാണ് KE ഇസ്മായിലിന്റെ മറുപടി. പാർട്ടിയുടെ എല്ലാ സമുന്നത ഘടകങ്ങളിലും അംഗമായിരുന്ന തന്നോട് ഇപ്പോൾ എന്താണ് പാർട്ടി ചെയ്യുന്നതെന്ന് മറുപടി കത്തിൽ KE ഇസ്മായിൽ ചോദിക്കുന്നു. സാധാരണ പാർട്ടി പ്രവർത്തകനിൽ നിന്ന് MLAയും മന്ത്രിയും ദേശീയ ഭാരവാഹിയുമൊക്കെയായ തന്റെ അനുഭവം പാർട്ടി പ്രയോജനപ്പെടുത്തുകയായിരുന്നു വേണ്ടത്. പാർട്ടിക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും വിവരിക്കുന്ന വൈകാരിക മറുപടിയാണ് നേതൃത്വത്തിന് KE ഇസ്മായിൽ നൽകിയത്. മറുപടി പരിഗണിച്ച് യുക്തമായ നടപടിയെടുക്കാമെന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ കത്തിൽ പറയുന്നു. വിഷയം പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം K. പ്രകാശ് ബാബു. അതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളും സംഘടനാപരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടുന്ന കാര്യമില്ല. നിങ്ങളത് അറിയാനും പാടിച്ചിട്ടില്ല. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. അതിനെ സംബന്ധിച്ച ഒരു പ്രതികരണത്തിനും ഞാനില്ല. വിമത സംഘടന സേവ് CPIയെ സഹായിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് KE ഇസ്മായിലിനെതിരെ ഉയർന്നത്. KE ഇസ്മായിലിനെ ജില്ലാ കൗൺസിലിലെ പ്രത്യേക ക്ഷണിതാവ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശ.
24 പാലക്കാട്. കോഴിക്കോട് പേരാമ്പ്രയിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു. 12 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം 212 ഇവരിൽ 209 പേരും വിദ്യാർത്ഥികളാണ്. ചങ്ങരോത്ത് പഞ്ചായത്തിലാണ് രോഗം പടർന്നു പിടിക്കുന്നത്. പാലേരി വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളിലാണ് രോഗവ്യാപനം കൂടുതൽ. നിലവിൽ പഞ്ചായത്തിലെ 6-ാം വാർഡ് ഒഴികെ 18 വാർഡുകളിലും രോഗബാധിതരുണ്ട്. പേരാമ്പ്രയിലെ സ്വകാര്യ ആശുപത്രികളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി ചികിത്സയിൽ കഴിയുകയാണിവർ. പഞ്ചായത്ത് ഭരണസമിതിയുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേന്ദ്രൻ പ്രദേശത്ത് സന്ദർശനം നടത്തി. സ്കൂളിലെ കിണറ്റിൽ നിന്നല്ല അണുബാധ എന്ന് സ്ഥിരീകരിച്ചെങ്കിലും രോഗബാധയുടെ സ്രോതസ് കണ്ടെത്താൻ കഴിയാത്തത് ആരോഗ്യവകുപ്പിന് പ്രതിസന്ധിയാണ്. സ്കൂൾ പരിസരത്തെ ഭക്ഷണശാലകളുടെ പ്രവർത്തനം താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. ഓണം അവധിക്ക് ശേഷം ഒരാഴ്ച കൂടി കഴിഞ്ഞ് സ്കൂൾ തുറന്നാൽ മതിയെന്നാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 24 കോഴിക്കോട്. പത്തനംതിട്ട കോന്നി കല്ലേലി ചെക്ക് പോസ്റ്റിന് സമീപം കാട്ടാനക്കൂട്ടം. കല്ലേലി എസ്റ്റേറ്റിലെ ഗേറ്റ് അടക്കം കാട്ടാനകൾ തകർത്തു. പ്രദേശത്ത് മാസങ്ങളായി തുടരുന്ന കാട്ടാന ആക്രമണത്തിന് വനംവകുപ്പ് പരിഹാരം കാണുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. അതേസമയം കോഴിക്കോട് മുതുവണ്ണാച്ചയിൽ കണ്ടത് പുലിയല്ല എന്നും കാട്ടുപൂച്ചയാണെന്നും വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ഇന്ന് രാവിലെ 6:30 മണിയോടുകൂടിയാണ് കാട്ടാനകൾ എസ്റ്റേറ്റിന് സമീപത്തുകൂടി റോഡിലേക്ക് എത്തിയത്. കല്ലേലി വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റിന് സമീപം എത്തിയ കാട്ടാനകൾ ഹാരിസൺ എസ്റ്റേറ്റിന്റെ ഗേറ്റ് തകർത്തു. നാട്ടുകാരും തൊഴിലാളികളും ഏറെ നേരം പണിപ്പെട്ടാണ് ആനകളെ താൽക്കാലികമായെങ്കിലും പ്രദേശത്ത് നിന്ന് ഓടിച്ചത്. സ്ഥിരമായി കാട്ടാനകൾ ഈ മേഖലയിൽ ശല്യമുണ്ടാക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് അടുത്തുണ്ടായിട്ടും അധികൃതർ അനങ്ങുന്നില്ലെന്നാണ് ആളുകളുടെ പരാതി. അതേസമയം കോഴിക്കോട് കടിയങ്ങാട് മുതുവണ്ണാച്ചയിൽ കഴിഞ്ഞ ദിവസം കണ്ടത് പുലിയല്ലെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകിട്ടാണ് പുലിയോട് സാദൃശ്യമുള്ള ജീവിയെ പ്രദേശത്തെ കുട്ടികൾ കണ്ടത്. എന്നാൽ ഇത് കാട്ടുപൂച്ചയാണെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. 24 പത്തനംതിട്ട കോഴിക്കോട്. അരൂർ തുറവൂർ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം തുടങ്ങി. ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാത്രാക്ലേശം പരിഹരിക്കാൻ സമാന്തര പാതകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം. പോലീസിനാണ് ഗതാഗത നിയന്ത്രണത്തിന്റെ ചുമതല. നിയന്ത്രണങ്ങൾ ഒരാഴ്ച നീണ്ടേക്കും. ദേശീയപാതയിൽ അരൂർ അമ്പലത്തിന് വടക്കോട്ട് അരൂർ പള്ളി വരെയുള്ള റോഡിൽ കൊരുപ്പുകട്ട പാകുന്നതിനാലാണ് നിയന്ത്രണം. ഈ ഭാഗത്ത് കിഴക്കേ വരിയിലൂടെ മാത്രമാണ് ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇവിടുത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് മറ്റ് ക്രമീകരണങ്ങൾ. അരൂക്കുറ്റി ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവർ അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ നിന്ന് ഫ്രീ ലെഫ്റ്റ് എടുത്ത് 300 മീറ്റർ മുന്നോട്ട് പോയ ശേഷം യു ടേൺ എടുത്ത് പോകണം. ഇരുചക്ര വാഹനങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ കടന്നു പോകാം. എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നവർ കുണ്ടന്നൂരിൽ നിന്നും തൃപ്പൂണിത്തറ, പുതിയകാവ്, ഉദയംപേരൂർ, വൈക്കം, തണ്ണീർമുക്കം വഴിയോ തീരദേശ റോഡ് വഴിയോ പോകണം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ടവർ MC, AC റോഡുകളെയും ആശ്രയിക്കണം. ഭാരവാഹനങ്ങൾ എറണാകുളത്ത് നിന്നോ ആലപ്പുഴ ഭാഗത്തു നിന്നോ അരൂരിലേക്ക് ഒരു കാരണവശാലും കടത്തിവിടില്ല. എന്നാൽ ഇപ്പോഴത്തെ ക്രമീകരണങ്ങൾ കൊണ്ട് പരിഹാരമില്ലെന്നും പോലീസ് വേണ്ട പോലെ ക്രമീകരണങ്ങൾ ഒരുക്കുന്നില്ലെന്നുമാണ് ആക്ഷേപം. ഈ ക്രമീകരണങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഈ ബസ്സൊന്നും ഇവിടെ ഇടാൻ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. ഈ പറഞ്ഞ ഞങ്ങൾ ഈ ബ്ലോക്കും പിടിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഈ സംഭവം കൊണ്ടു നടക്കണം. മനസ്സിലായേ? അല്ലാതെ ഈ പറഞ്ഞാൽ ഈ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് മിക്കവാറും ട്രിപ്പുകൾ എടുക്കാൻ പറ്റാറില്ല. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും KSRTC ബസ്സുകൾ സർവീസ് നടത്തും. നിലവിൽ ഒരാഴ്ചയാണ് നിയന്ത്രണമെങ്കിലും അത് നീളാനും സാധ്യതയുണ്ട്. 24 ആലപ്പുഴ, കൊച്ചി. ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.